മനുഷ്യൻ ചാകാൻ കിടന്നാലും ആരും തിരിഞ്ഞു നോക്കിയില്ല. ഒരു സർക്കാർ സംവിധാനമോ ഒരു സർക്കാർ ഡോക്ടർമാരും തിരിഞ്ഞു നോക്കില്ല. ഏത് കാട്ടിലാണെങ്കിലും ഏത് മലമുകളിലാണെങ്കിലും ഒരു വോട്ടുണ്ടെങ്കിൽ, അതായത് ഒരാൾ മാത്രം വോട്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ പോലും സർക്കാർ സംവിധാനം കഷ്ടപ്പെട്ട് അവിടെ എത്തും. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് ജനങ്ങൾക്ക് വേണ്ടി എന്ന വ്യാജേന രാഷ്ട്രീയക്കാരുടെ ലാഭത്തിന് വേണ്ടി മാത്രം എല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്തുവാൻ അവർക്കറിയാം. ജനങ്ങളുടെ ജീവനോ സമയത്തിനോ വില കൽപ്പിക്കുകയില്ല ഇവർ. ഇത്രയും ഡിജിറ്റൽ സംവിധാനം വളർന്നിട്ടും ഒരു എമർജൻസി വന്നാൽ ചികിത്സിക്കുന്ന സർക്കാർ ഡോക്ടറെ ഫോണിൽ കണക്ട് ചെയ്യുവാനുള്ള സംവിധാനം ഇവിടെയുണ്ടോ? സർക്കാർ ഓഫീസുകളിൽ ജനത്തിന് ഒരു അപ്പോയിൻമെൻറ്റ് കൊടുക്കാനുള്ള മെസ്സേജ് സംവിധാനം ഇവിടെയുണ്ടോ? പൊതുജനത്തിൻ്റെ സമയത്തിന് വില കൽപ്പിക്കാത്ത സർക്കാർ മേലാളന്മാർ. രാഷ്ട്രീയത്തിൽ പണ്ട് ക്വാളിറ്റി ഉള്ളവരും പ്രഗത്ഭരായ ആളുകളായിരുന്നു. എതിരാളികളെ മാനിക്കുന്നവരായിരുന്നു ഇവർ. ഇപ്പോൾ എന്ത് തോന്നിവാസം വിളിച്ചു പറഞ്ഞും ചെളി വാരിയെറിഞ്ഞും രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന അന്തസ്സില്ലാത്ത അവസ്ഥയിലാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ പാരമ്പര്യം. വർഗീയതയും മതങ്ങളെ തമ്മിൽ തല്ലിച്ചും ഇലക്ഷൻ ഫേസ് ചെയ്യുന്ന ഒരവസ്ഥ. പണ്ടത്തെ മുസ്ലിം ഹിന്ദു ലഹള നമ്മൾ മറന്നിട്ടില്ല. ബ്രിട്ടീഷുകാർ അതിൽ വിജയം കണ്ടു. ഇനിയും അതിവിടെ ആവർത്തിക്കുകയാണോ? രാഷ്ട്രീയ തലവന്മാർ അന്തസ്സിനൊത്ത് പെരുമാറിയില്ലെങ്കിൽ അതിൽ പരം അല്പത്തരം എന്താണ്? നല്ല പ്രതിപക്ഷത്തിൻ്റെ കുറവ് നമ്മളിവിടെ 10 വർഷമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യയിൽ നിന്നെങ്കിലും ഈ പ്രാവശ്യം നല്ല പ്രതിപക്ഷത്തെ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. അല്ലാത്ത പക്ഷം ഭരണപക്ഷത്തെ അഴിഞ്ഞാടുവാൻ വീണ്ടും അവസരങ്ങൾ കൊടുത്താൽ പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. വീട്ടിലെ കാരണവരുടെ കയ്യിൽ നിറയെ ധനമുണ്ട്. പക്ഷേ കുടുംബക്കാർ എല്ലാവരും പട്ടിണിയിലും സമാധാനമില്ലാത്ത അവസ്ഥയിലാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരു തറവാടിൻ്റെ കാരണവർക്ക് എല്ലാവരെയും ഒത്തൊരുമിച്ച് സമാധാനത്തോടെ നിർത്തുവാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഹിന്ദുവിനും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനികളുടെയും പിതാക്കന്മാരുടെ വിയർപ്പും ജീവനും കളഞ്ഞിട്ടാണ് എന്ന കാര്യം ഓർക്കണം. അല്ലാതെ ഒരു വിഭാഗം ജനത മാത്രം വിചാരിച്ചിട്ട് നേടിയതല്ല ഈ സ്വാതന്ത്ര്യം.